നമസ്കാരം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയിലെ യുവ നേതാവ് സൗരഭ് കുമാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. പട്നയിലെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ സൗരഭിന് നേർക്ക് ബൈക്കിലെത്തിയ 4 അംഗ സംഘം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. തലയ്ക്ക് 2 തവണ വെടിയേറ്റ സൗരഭ് ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുൻമുൻ കുമാർ ഗുരുതര പരിക്കുകളോടുകൂടി ഇപ്പോൾ ആശുപത്രിയിലാണ്. അജ്ഞാതരായ 4 പേരാണ് JDUവിന്റെ യുവ നേതാവിന് നേർക്ക് ഈ ആക്രമണം നടത്തിയത്. പട്ന പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ നാളെ കിഷൻഗഞ്ച്, പൂർണിയ അടക്കമുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് ബീഹാറിൽ ഈ യുവ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രചരണം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നത് സംഭവത്തിന്റെ ഗൗരവം അല്ലാതെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. NDAയിലെ എല്ലാ സഖ്യകക്ഷികളും തന്നെ ഈ കൊലപാതകത്തിൽ വളരെ സുതാര്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ചെറിയ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പോലീസ്. ലാലു പ്രസാദ് യാദവിന്റെ മകളായ മിസ ഭാരതി വാർത്തയറിഞ്ഞ ഉടൻ തന്നെ ഈ പുൻപുണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബീഹാർ വളരെ അസ്വസ്ഥമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളും ഇനി ബീഹാറിൽ നടക്കാനുണ്ട്. 26-ാം തീയതി, അതായത് നാളെ ബീഹാറും ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കിഷൻഗഞ്ച് അടക്കമുള്ള മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനു തൊട്ട് മുൻപ് അവിടുത്തെ ഭരണകക്ഷിയായ NDAയുടെ തന്നെ ഒരു നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഇതിന് വരുന്ന രാഷ്ട്രീയ ഭാഷ്യം മറ്റൊരു തലത്തിലുള്ളത് തന്നെയായിരിക്കും. എന്തായാലും അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഒന്നും തന്നെ നടത്തരുത് എന്നുള്ള അഭ്യർത്ഥന കൂടി പാർട്ടി അനുഭാവികൾക്ക് മുന്നിൽ ഭരണകൂടം വയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.